നമസ്കാരം. നമ്മളെ അമ്മാസിൻ്റെ എപ്പോഴും എല്ലാ വീഡിയോസിലും എന്തെങ്കിലുമൊക്കെ റിസൾട്ടുകളും റിവ്യൂസും കാണുമ്പോൾ ഒത്തിരി പേര് നമുക്ക് വീണ്ടും വീണ്ടും റിവ്യൂസ് അയക്കാറുണ്ട്. പക്ഷെ ചില ആളുകൾക്ക് റിസൾട്ട് കിട്ടാത്ത ആളുകളുണ്ടാവും. അതായത് അവർക്ക് പല റീസൺസ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ കുറച്ച് റിസൾട്ടുകളെല്ലാം സ്ക്രീനിലിടാം. അപ്പോൾ ഇവരൊക്കെ നോക്കുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ഒന്നും വളരെ ഹാപ്പി ആയിട്ട് പീസ്ഫുള്ളായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. കൂടുതൽ പെൺകുട്ടികൾക്ക്, വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾക്ക്, അല്ലെങ്കിൽ ഒരു ഏജ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെയൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റീസൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷമുള്ള ആളുകൾക്ക്, പിന്നെ കുട്ടികൾക്ക്, കോളേജ് ഗോയിങ് ആയിട്ടുള്ള കുട്ടികൾക്ക്, ഇവർക്കൊക്കെയാണ് കൂടുതൽ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു മാരേജിന് ശേഷം, ഡെലിവറിക്ക് ശേഷം, എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉള്ളതിന് ശേഷം, വൈറ്റമിൻ ഡി കുറഞ്ഞിരിക്കുന്നവർക്ക്, ഫെർട്ടിൻ ലെവൽ കുറഞ്ഞിരിക്കുന്നവർക്ക്, HP കൗണ്ട് കുറയുന്നവർക്ക്, രോഗപ്രതിരോധ ശേഷി ഇല്ലാത്തവർക്ക്, അല്ലെങ്കിൽ കുറവുള്ളവർക്ക്, സ്ട്രെസ്സും സ്ട്രെയിനും ഉള്ളവർക്ക്, ഓർക്കക്കുറവുള്ളവർക്ക്, വീട്ടിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ എന്തെങ്കിലും എൻവയോൺമെൻറ്റൽ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെയാണ് പിന്നീട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവണം. നമ്മുടെ സ്കിന്നിൽ, നമ്മുടെ ഹെയറിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങൾ കൊടുക്കുന്ന കെയർ അതെവിടെയൊക്കെയോ മിസ്സാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മളുടെ വാട്സാപ്പിലേക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നതിൽ കുറേയധികം ആളുകളുണ്ട്. അമ്മാസിൻ്റെ ഓയിൽ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് നല്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഓയിൽ ഉപയോഗിക്കുന്നത്. ചേച്ചി അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റിനോടായാലും അവരിത് തന്നെ പറയും. വന്ന് വാങ്ങിക്കുന്നവരും ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടാത്തതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെയും നമുക്ക് കൺസിഡർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഞങ്ങൾ വൈറ്റമിൻ ഡിയും അതുപോലെ ഫെർട്ടിൻ ലെവലും ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്യുമെന്ന് പറയാറുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ മിക്കവാറും സ്ത്രീകളാണ് കൂടുതൽ നമുക്ക് മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ കാണുന്നവരിൽ ഇതൊക്കെ ഒന്നില്ലെങ്കിൽ ബോർഡർ ലൈനിലായിരിക്കും, ഇല്ലെങ്കിൽ വളരെ ഇൻസഫിഷ്യൻ്റ് ആയിരിക്കും. വൈറ്റമിൻ ഡി കുറയുന്നതിൻ്റെ മെയിൻ റീസൺ ഒന്ന്, നിങ്ങളുടെ ഹാപ്പിനെസ് ലെവല് വളരെ താഴെയാണ്, പുറത്തിറങ്ങുന്നതോ എക്സ്പ്ലോർ ചെയ്യുന്നതൊക്കെ വളരെ കുറവായതുകൊണ്ടായിരിക്കാം. രണ്ട്, ഫുഡിലൂടെ നമ്മളത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. സപ്ലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ പറഞ്ഞ അളവിൽ, എല്ലാവർക്കും ഒരേ അളവിലല്ല വൈറ്റമിൻ ഡി. മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ വൈറ്റമിൻ ഡി കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത്തിരി ഒരു 30 ടാബ്ലറ്റ് വാങ്ങി വെച്ച് ഡെയിലി കഴിച്ചുകൊണ്ട് നിങ്ങൾക്കത് സഫീഷ്യൻ്റ് ആവില്ല. ഓരോരുത്തരുടെയും വാല്യൂവിനനുസരിച്ചിട്ടാണ്, കിട്ടിയ സ്കോർ എത്രയാണോ അതനുസരിച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മെഡിസിൻസ് എടുക്കേണ്ടത്. ഡോക്ടർ പറയുന്നത് വരെ അതേ അളവിൽ, ചിലർക്ക് ആഴ്ചയിലായിരിക്കാം, ചിലർ ഡെയിലി ആയിരിക്കും, ചിലർ മന്ത്ലി ഒന്നായിരിക്കാം. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഹെയർ ഓയിൽ ആയാലും സ്കിൻ കെയർ ബ്രൈറ്റനിങ് ഓയിൽ ആയാലും എല്ലാവർക്കും റിസൾട്ട് കിട്ടാൻ തന്നെയാണ് അമ്മാസ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. പക്ഷേ കിട്ടാത്ത ആളുകൾ നിങ്ങളുടെ ഈ ഒരു കുറച്ച് പാരാമീറ്റേഴ്സും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിസൾട്ടുകൾ കിട്ടുന്നതായിരിക്കും.